തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ ആദിത്യ നിലയിലെ അടുത്ത ചില പാടലുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇവിടെ തിരുമൂലദേവൻ ജ്ഞാനസൂര്യനെക്കുറിച്ചിട്ടാണ് വിശദമാക്കുന്നത്. സൂര്യന് പല പല ഭാവങ്ങളുണ്ട്. അതിലെ ഏറ്റവും ഉന്നതമായ ഒരു ഭാവമാണ് ജ്ഞാനസൂര്യൻ്റെ ഭാവം. അതായത് സൂര്യൻ തന്നെ ജ്ഞാനമായി, അറിവായി, ബോധമായി നിൽക്കുന്ന അവസ്ഥ. ബോധവും അഥവാ ജ്ഞാനവും സൂര്യനും ഒന്ന് തന്നെയാണ്. അഥവാ അറിവിൻ്റെ സിമ്പലാണ് സൂര്യൻ, ബോധത്തിൻ്റെ സിമ്പലാണ് സൂര്യൻ ഇവിടെ. അപ്പോൾ ജ്ഞാനോദയം ലഭിക്കുന്നത് അരുണോദയ സൂര്യനിൽ നിന്നാണ് എന്ന് തിരുമൂലദേവൻ നമ്മളോട് ഇവിടെ പറയുന്നു. നമുക്ക് നോക്കാം. മതികലയാമിടത്തും സൂര്യകലയാം വലത്തും കലകൾ ഒരുമിച്ച് ചേർന്നാൽ ശിവപൂജയായിത്തീരും. കല ഇവ രണ്ടും മധ്യനാടിയിൽ ചെന്ന് ചിന്തയിളകാതെ തെളിയുന്നോരേ ശിവമായിരുന്നിടുന്നു. അപ്പോൾ എങ്ങനെയാണ് ശിവമായി മാറുന്നത്? ഒരു സാധകൻ്റെ ശരീരം, ഒരു സാധകൻ്റെ ഹൃദയം എങ്ങനെയാണ് ശിവഹൃദയമായി മാറുന്നത് എന്നിവിടെ പറയണം. നോക്കൂ, മതികലയാമിടത്ത്, മതികല ചന്ദ്രക്കല, ചന്ദ്രക്കലയാകുന്ന ഇടത്ത് നാഡി ഇട. പിന്നെ സൂര്യകലയാകുന്ന വലത്ത്, അത് പിങ്കള, വലത് നാഡി. അങ്ങനെ ഇടകലയുടെയും പിങ്കള കലകളുടെയും ഒരുമിച്ച് ചേർന്ന ശിവപൂജയെത്തിരും. അപ്പോൾ ഇടകലയെയും അതേപോലെ പിങ്കളയെയും, അതായത് ഇടത് നാഡിയെയും ഇടത് നാഡിയായ ഇടയെയും വലത് നാഡിയായ സൂര്യനാഡിയായ പിങ്കളയെയും എന്ത് ചെയ്യണം? ഒരുമിച്ച് ചേർന്നാൽ അത് ശിവപൂജയായിത്തീരും. അപ്പോൾ ശക്തി ശിവമേളനം ഇവിടെ നടക്കുകയാണ്. പിന്നെ കല ഇവ രണ്ടും മധ്യനാഡിയിൽ ചെന്ന് ചേരണം. ഈ രണ്ട് കലകളും മധ്യനാഡിയായ സുഷുമ്നാ നാഡിയിൽ ചേരണം. അങ്ങനെ 3 നാഡികളും ഒന്നിക്കുമ്പോൾ ചിന്ത ഇളകാതെ തെളിയുന്നോരേ ശിവമായി മാറിയിടുന്നു. അങ്ങനെ 3 നാഡികളും ഒന്നിക്കുമ്പോൾ അത് ശിവമയമായി തീരുന്നു. അപ്പോൾ ഇടകലയും പിങ്കളയും അതേപോലെ മധ്യനാഡിയായ സുഷുമ്നയും ഒരുമിച്ച് ചേർന്നാൽ അതാണ് ശിവമയമായി മാറുന്നത്. ഇത് തന്നെയാണ് ശിവപൂജ. അപ്പോൾ ഈ 3 നാഡികളെയും ഒരുമിപ്പിക്കുന്നതാണ് ശിവസാധന അഥവാ ശിവപൂജ. യോഗശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അതായത് ഇടകലയെയും പിങ്കളയെയും സുഷുമ്നയും ഒരുമിച്ച് ചേർക്കുന്ന ആ ദിവ്യമായ യോഗ സാധനയാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഇനി നോക്കൂ, പരമെന്നും അപരമെന്നും ബിന്ദു രണ്ടായി പിരിഞ്ഞ് പരബിന്ദു താഴത്തെയും അപരമെന്നത് മേലും വൃത്തിയൊന്നന്യം നിവൃത്തിയും നിവൃത്തിയിലുണ്ടാകും വൃത്തിയത്തെ അരുണോദയം എന്ന് ചൊല്ലാം. അപ്പോൾ സൂര്യൻ്റെ അരുണോദയം ശക്തിയുടെ വികാസമാണ്, ശക്തിയുടെ പ്രകാശവർഷമാണ്. നോക്കൂ, പരമെന്നും അപരമെന്നും ബിന്ദു രണ്ടായി പിരിയുന്നു. അപ്പോൾ ബിന്ദു ശക്തി രണ്ടായി പിരിയുന്നു. പര എന്നും അപര എന്നും രണ്ടായി തീരുന്നു. പര ആത്മീയ തലത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണെങ്കിൽ അപര ഭൗതികതയുടെ ഉയർന്ന തലമാണ്. അങ്ങനെ പരയും അപരയുമായി, അതായത് വിശുദ്ധമായും അതേപോലെ തന്നെ അതായത് ശുദ്ധമായ പിന്നെ അവിശുദ്ധമായ, ഇങ്ങനെ മായയ്ക്ക് തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് മഹാമായ, അതായത് പരമായ, അത് ഏറ്റവും ഉന്നതമായ ആത്മീയതയാണ്. അപരമായ എന്ന് വെച്ചാൽ അത് ഭൗതിക
ഭോഗങ്ങളും സുഖങ്ങളും എല്ലാം നിറഞ്ഞതാണ്. അപ്പോൾ പര എന്നും അപര എന്നും മായയെ രണ്ട് വിധമാക്കി തിരിക്കാം. അതായത് ശുദ്ധമായ എന്നും അശുദ്ധമായ എന്നും രണ്ടായി മായയ്ക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. അതിലെ പരബിന്ദു താഴത്തെയും അപര മേലുമായി സ്ഥിതി ചെയ്യുന്നു. അതായത് പരബിന്ദു താഴെ കുണ്ടലിനി ശക്തിയായിട്ട് ഈ ബിന്ദു നിൽക്കുന്നു. പിന്നെ വൃത്തിയൊന്നന്യം കേൾ നിവൃത്തിയും, ഈ രണ്ടിൻ്റെയും സ്വഭാവ വിശേഷങ്ങൾ പ്രവൃത്തിയും നിവൃത്തിയുമാണ്. പരയുടെ സ്വഭാവം നിവൃത്തിയാണെങ്കിൽ അപരയുടെ സ്വഭാവം പ്രവൃത്തിയാണ്. അപ്പോൾ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്കുള്ള പ്രയാണമാണ് ശക്തിയുടെ ഉദ്ഗമനം. പ്രവൃത്തിയിൽ നിന്ന് അതേപോലെ നിവൃത്തിയിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ശക്തി സ്വരൂപിണിയായ ദേവിയുടെ രൂപമാണ് പരാപരശക്തികൾ. ഇതിനെയാണ് അരുണോദയം എന്ന് പറയുന്നത്. അതായത് കീഴ്ചക്രത്തിലെ പരാശക്തി വികസിച്ച് മുകളിലേക്ക്, അപരാശക്തി വികസിച്ച് പരയായി മുകളിലേക്ക് ഉയരുന്ന, അതായത് കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഷഡ്ചക്രങ്ങളിലൂടെ മുകളിലോട്ട് പരാശക്തിയായി ശിവമേളനം നടത്തുമ്പോഴുണ്ടാകുന്ന ആ ദിവ്യ അനുഭൂതിയെക്കുറിച്ചിട്ടാണ് അരുണോദയ സൂര്യനിൽ ഈ ഭഗവാൻ ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ മൂലാധാരത്തിലെ അപരാശക്തി ആണ്. അത് പരാശക്തിയായി വികസിച്ച് മുകളിലേക്ക് പോവുകയും അങ്ങനെ ശിവനുമായി ഒന്നിച്ച് ചേരുകയും ചെയ്യുന്നു. അപ്പോൾ സൂര്യനിലെ അരുണോദയം മുതൽ അസ്തമയം വരെയുള്ള ആ അവസ്ഥ, അതായത് സഹസ്രാരത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ള അവസ്ഥ, ആ സൂര്യചലനം, സൂര്യസഞ്ചാരപഥം, അവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല, എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേ നിൽക്കുന്നു. നമുക്ക് അസ്തമിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ സൂര്യൻ സഹസ്രാരത്തിൽ ഉദയാസ്തമയങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. പക്ഷേ മായാബദ്ധരായ സാധാരണക്കാർ അതിനെ അസ്തമയമെന്നും ഉദയമെന്നുമൊക്കെ തെറ്റിദ്ധരിക്കുന്നു. ഇതാ നോക്കൂ, മൂലത്തിൽ നിന്ന് ജ്ഞാനഭാസ്കരൻ തോന്നും. മൂലത്തിൽ നിന്നാണ് ജ്ഞാനഭാസ്കരൻ്റെ ഉദയം. അതായത് മൂലാധാരത്തിൽ നിന്നാണ് ജ്ഞാനഭാസ്കരൻ ഉദിക്കുന്നത്. അതാദ്യം എന്തായിത്തീരുന്നു? ശബ്ദരൂപത്തിലാദ്യം ചുവപ്പ് വർണ്ണത്താൽ അരുണനായി. ആദ്യം ശബ്ദമാണ് ഉണ്ടാകുന്നത്, ഓങ്കാരം, പ്രണവം. ആ ശബ്ദത്തിൽ നിന്ന് ചുവപ്പ് വർണ്ണത്താൽ അരുണ സൂര്യൻ ഉണ്ടാകുന്നു. ചുമന്ന നിറത്തോടു കൂടിയ ആ ശക്തി ഉത്ഭവിക്കുന്നു. അത് അരുണ സൂര്യനാണ്, ജ്ഞാനസൂര്യൻ്റെ ആരംഭം. പിന്നെ ആ ശബ്ദം നാദമിങ്ങതിൽ നിന്ന് മന്യേ നാലോ അശയുണ്ടാം ഈ വിധം കലകൾ 5 മാതിയിൽ പിറന്നിടും. നാദം, പിന്നെ നാദമുണ്ടാകുന്നു. നാദത്തിൽ നിന്ന് 5 കലകൾ ഉണ്ടാകുന്നു എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ജ്ഞാനസൂര്യൻ്റെ അരുണോദയത്തിൽ നിന്ന് 5 കലകൾ ഉൽപ്പന്നമാകുന്നു. ഇതാ ഇവിടെ നമുക്കത് നോക്കാം. ഒരേ ബിന്ദു തന്നെയാണ് സ്ഥൂലശക്തിയാർന്ന അശുദ്ധമായ, അതായത് അപര എന്നും സൂക്ഷ്മശക്തി കൊണ്ട പര, അതായത് ശുദ്ധമായ രണ്ടായി പിരിയുന്നത്. സ്ഥൂല ബിന്ദുവാണ് അപരശക്തിയായി, അതായത് കുണ്ടലിനി ശക്തിയായി പൊങ്ങി പരനാദമായി പരിണമിക്കുന്നത്. പരനാദത്തിൽ പരൻ തൻ്റെ നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാസ്ത്രരീതി എന്നീ 5 കലകൾ ചേർന്ന് നിന്ന് ജീവനിൽ തെളിയുന്ന പഞ്ചപ്രജ്ഞാപ്രതിഷ്ഠ നിലയായി ജീവൻ മുക്തിയുടെ അരുണോദയം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ പഞ്ചശക്തി എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കൂ. നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാസ്ത്രരീതി എന്നീ 5 കലകൾ ഉണ്ടാകുന്നു.
അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിവൃത്തിയും പ്രതിഷ്ഠയും വിദ്യയും ശാന്തിയും ശാസ്ത്രരീതിയുമാകുന്ന 5 പഞ്ചകലകൾ ചേർന്ന് നിന്ന് ജീവനിൽ തെളിയുന്ന പ്രജ്ഞാപ്രതിഷ്ഠനായി നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, ജ്ഞാനസൂര്യൻ ഉദിക്കുന്നു, അരുണസൂര്യൻ ആദ്യം ഉദിക്കുന്നു, അതിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നു, പിന്നെ നാദം, ആ നാദത്തിൽ നിന്ന് പഞ്ചശക്തികൾ ഉണ്ടാകുന്നു, നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാസ്ത്രരീതി. ഇതാണ് ജ്ഞാനത്തിൻ്റെ പഞ്ചഘടകങ്ങൾ. ഇത്രയുമാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അതായത് സൂക്ഷ്മം കാരണവും സ്ഥൂലം കാര്യവുമാണ്. സൂക്ഷ്മശക്തികളെ സ്വാധീനിച്ച് അവയെ തൻ്റെ നിയന്ത്രണത്തിലാക്കിയവന് പ്രകൃതിയെ കീഴടക്കാൻ കഴിയും. അതാണ്, പ്രകൃതിയെ കീഴടക്കാൻ കഴിയും. ഇങ്ങനെ ജ്ഞാനസൂര്യൻ്റെ അരുണോദയം ഉണ്ടായാൽ സൂക്ഷ്മം കാരണമാണ്, സ്ഥൂലം കാര്യവുമാണ്. ആ സൂക്ഷ്മശക്തികളെ സ്വാധീനിച്ച്, അതായത് വിദ്യാതത്വങ്ങളെ സ്വാധീനിച്ച് അവയെ തൻ്റെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞാൽ ആ പ്രകൃതിയെ ഇവിടെ ഒരു സാധകന് കീഴ്പ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മളൊക്കെ സാധാരണ പ്രകൃതിയുടെ അടിമകളാണ്. പക്ഷേ ശിവസാധന ചെയ്യുന്ന ഒരു സാധകൻ പ്രകൃതിയുടെ നിയമങ്ങളെ അതിലംഘിച്ചവനാണ്, പ്രകൃതിയെ വിജയിച്ചവനാണ്, പ്രകൃതിയെ തൻ്റെ കാൽ കീഴിൽ അമർത്തിയവനാണ്. അത് എങ്ങനെയാണെന്ന് നോക്കൂ. വിദ്യാതത്വങ്ങളെ സ്വാധീനിക്കുന്നു. വിദ്യാതത്വങ്ങളെ സ്വാധീനിച്ചാൽ പ്രകൃതിയെ നമുക്ക് കീഴടക്കാൻ കഴിയും. അപ്പോൾ ആ 5 കലകളും നിറഞ്ഞു കഴിയുമ്പോൾ വിദ്യാതത്വവും അതുപോലെ പ്രതിഷ്ഠയതത്വവും ശാന്തി തത്വവും ശാസ്ത്രവും ഒന്നിച്ചു ചേരുമ്പോൾ ആ വിദ്യാതത്വങ്ങൾ പ്രകൃതിയെ കീഴടക്കുന്നു. അങ്ങനെ പ്രകൃതിയെ കീഴടക്കാൻ ഒരു സാധകന് കഴിയുന്നു. ഒരു സാധകൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രകൃതിയെ, അതേപോലെ പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ച് കീഴടക്കി അതിൻ്റെ അധിപനാകുക. അങ്ങനെ അധിപനായി കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെയും അതേപോലെ പ്രകൃതിയെയും നിയന്ത്രിക്കാനും അതിനെ അധിഗമിക്കാനും ഒരു സാധകന് കഴിയും. അപ്പോൾ ഒരു ശിവസാധകൻ തൻ്റെ സാധനാവേളയിൽ പ്രകൃതിയെ കീഴടക്കാനുള്ള വിദ്യ പഠിക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കാനുള്ള വിദ്യ പഠിക്കുന്നു. വിദ്യാതത്വങ്ങളെ സ്വാധീനിച്ച് അവയെ തൻ്റെ നിയന്ത്രണത്തിലാക്കാൻ ഒരു സാധകന് കഴിയുന്നു എന്നാണ്. ശിവസാധകൻ ഇങ്ങനെയുള്ള പല കഴിവുകളും നേടിയെടുക്കുന്നു. അപ്പോൾ ശിവസാധന എന്നുള്ളൊരു വലിയ കാര്യമാണ്. കാരണം പ്രകൃതിയുടെ നിയമങ്ങളെ അതിലംഘിക്കാൻ, പ്രകൃതി തത്വങ്ങളെ ഉല്ലംഘിക്കാൻ ഇവിടെ ഒരു സാധകന് കഴിയുന്നു. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കുക വളരെ പ്രയാസമാണ്. ആ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കാനും അതിൻ്റെ അധിപനാക്കാനും ഒരു ശിവസാധകന് തൻ്റെ ശിവസാധനയിലൂടെ കഴിയുന്നു. അതായത് ഇട, പിംഗല, അതേപോലെ മധ്യനാഡിയായ സുഷുമ്ന, ഈ 3 നാഡികളെയും ഒന്നിപ്പിക്കാനുള്ള വിദ്യ പരിശീലിച്ചു കഴിഞ്ഞാൽ സാധകന് ജ്ഞാനസൂര്യൻ്റെ അരുണോദയം ലഭിക്കുന്നു. ഈ അരുണോദയം ലഭിക്കുന്നതിലൂടെ കുണ്ടലിനി ശക്തി മൂലത്തിൽ നിന്ന്, കീഴ്ചക്രങ്ങളിൽ നിന്ന് ഉയർന്ന് പരാശക്തിയായി ഉയർന്ന് സഹസ്രാരത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ യോഗ സാധനയെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ശിവസാധന കൊണ്ട് കിട്ടുന്ന മഹാഗുണങ്ങളാണ്. ശിവസാധനയുടെ യോഗാനുഭൂതികൾ ഉണ്ടാക്കുന്നതാണ് ഈ പ്രകൃതിയെ അതിലംഘിക്കാനുള്ള കഴിവ്. പ്രകൃതിയെ അതിലംഘിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ശിവസാധകൻ ശിവനായി തന്നെ കഴിയുന്നു. അയാളുടെ ഉള്ളംകൈയിൽ കരതലാമലകം പോലെയാണ് പിന്നെ പ്രകൃതി ഇരിക്കുന്നത്. പ്രകൃതിയെ തൻ്റെ ഇച്ഛാനുസാരണം മാറ്റിമറിക്കാൻ വരെ ഒരു ശിവസാധകന് കഴിയും. നമുക്ക് 18 സിദ്ധന്മാരിൽ പലരും പല സിദ്ധികളും
കാണിച്ചതായിട്ട് നമുക്കറിയാം. മഴ പെയ്യിക്കുന്നതായിട്ടും അതേപോലെ തന്നെ പല പല മഹാസിദ്ധികൾ നടത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സിദ്ധചരിതം പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പെരിയ പുരാണം എടുക്കുമ്പോൾ പല സിദ്ധന്മാരുടെയും മഹാസിദ്ധികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.